പ്രിയപ്പെട്ട ജോട്ട, എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ല. ഇന്നലെ വരെ പോർച്ചുഗീസ് ദേശീയ ടീമിനൊപ്പം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെയാകുന്നുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിനു ഈ വിയോഗം താങ്ങാനുള്ള സർവ്വശക്തിയും ലഭിക്കട്ടെ. പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ കുറിപ്പിൽ എല്ലാം ഉണ്ടായിരുന്നു. രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ ജീവിതത്തിലേക്ക് കടന്നുവന്ന മരണത്തിന്റെ കൈകൾ ഡിയോഗോ ജോട്ട എന്ന 28-കാരനെ വലിച്ചുകൊണ്ടുപോകുമ്പോൾ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഫുട്ബോൾ ലോകം. ഈ ചിത്രം നമ്മെ ഇപ്പോൾ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടാകും. വിവാഹം കഴിഞ്ഞിട്ട് മാസമൊന്നും തികഞ്ഞിട്ടില്ല. റൂത്ത് കാർഡോസോ എങ്ങനെയാകും തന്റെ പ്രിയതമന്റെ മരണവാർത്ത പിഞ്ചോമനകളെ അറിയിക്കാൻ പോകുന്നത്? അതിലൊരാൾക്ക് 1 വയസ്സ് തികയുന്നേയുള്ളൂ. മരണം മനസ്സിലാക്കാനുള്ള തിരിച്ചറിവിലൊന്നും എത്തിയിട്ടില്ല അവൾ. എ ഡേ വി വിൽ നെവർ ഫോർഗെറ്റ്. സമോറയിൽ ആ കാറപകടത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ വിവാഹ ദിവസത്തെ അമൂല്യ നിമിഷങ്ങൾ പങ്കുവച്ച് ജോട്ട സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്. ഒടുക്കം തന്റെ പ്രിയതമയെയും 3 കൺമണികളെയും ഭൂമിയിൽ ഉപേക്ഷിച്ച് കത്തിയമരുന്ന ആ കാറിനുള്ളിൽ ജോട്ട ചേതന കെട്ടിക്കിടന്നു. മൈതാനത്തിന്റെ ഇടതുവിങ്ങിലൂടെ അയാളുടെ വേഗപ്പാച്ചിലുകളെ ആൻഫീൽഡ് ഗാലറിയിലിരുന്ന് ഇമയടക്കാതെ കണ്ടുനിന്ന മനുഷ്യർ ഈ വാർത്ത എങ്ങനെയാകും കേട്ടുനിന്നിട്ടുണ്ടാവുക? യേർഗൻ ക്ലോപ്പ് കണ്ടമിടറിയാകും ആ കുറിപ്പെഴുതി പൂർത്തിയാക്കിയത്. എന്റെ ഹൃദയം തകർന്നു പോകുന്നു. അയാൾ ഗാലറികളെ ത്രസിപ്പിച്ചൊരു കളിക്കാരൻ മാത്രമായിരുന്നില്ല, മികച്ചൊരു സുഹൃത്തും സ്നേഹനിധിയായൊരു ഭർത്താവും പിതാവുമൊക്കെയായിരുന്നു. റെസ്റ്റ് ഇൻ പീസ് ഡിയോഗോ. നിങ്ങളെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും. ക്ലോപ്പ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിച്ചിട്ടു. വി വിൽ നെവർ വാക്ക് അലോൺ എന്ന് ആവർത്തിച്ചു മുടങ്ങുന്ന ആൻഫീൽഡിന്റെ അന്തരീക്ഷത്തിൽ ക്ലോപ്പ് നയിച്ച പല യുദ്ധങ്ങളിലും ലിവർപൂൾ നിരയിലെ അനിഷേധ്യ സാന്നിധ്യമായി ജോട്ടയുണ്ടായിരുന്നു. ആ കളിക്കാലത്തിന് മുന്നിൽ പൊടുന്നനയുടെ തിരശ്ശീല വീഴുമെന്ന് കരുതിയിരുന്നു നമ്മൾ. ഭൂമിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അനുജൻ ആന്ദ്രയുടെ പേര് പറയും. പോർച്ചുഗലിലെ 2nd ഡിവിഷൻ ടീമിലാണ് അവൻ കളിക്കുന്നത് എന്ന കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ ഞാൻ അവൻ്റെ കളിയെ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റൊരാളുടെ കളിയും ഇഷ്ടപ്പെടുന്നില്ല. ജോട്ടയൊരിക്കൽ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്. തെരഞ്ഞെടുക്കാൻ പോർച്ചുഗീസ് മണ്ണിൽ നിന്ന് തന്നെ ഇതിഹാസങ്ങൾ ഒരുപാടുണ്ടായിരിക്കെ തൻ്റെ പ്രിയപ്പെട്ട അനുജനെ ഹൃദയത്തിൽ എക്കാലവും മികച്ചവനായി വാഴിച്ച ജോട്ട ഒടുക്കം അയാൾക്കൊപ്പം തന്നെ ഈ മണ്ണുപേക്ഷിച്ചു പോകുന്നു. 2026 ലോകകപ്പ് അരങ്ങേറുമ്പോൾ ദേശീയ ടീമിന്റെ ചെങ്കുപ്പായത്തിൽ അയാൾ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ച പോർച്ചുഗലിലെ മനുഷ്യരെ ഡിയോഗോ ജോട്ട ഇനിയില്ല.